നമസ്കാരം. രാജ്യത്ത് ജനസംഖ്യാ വർധനവുണ്ടാകാൻ നടത്തുന്ന പദ്ധതികളൊക്കെ ഇന്ന് ഏറെ ശ്രദ്ധ നേടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ മറ്റെല്ലാ രാജ്യക്കാരെക്കാളും മുന്നിൽ നിൽക്കുന്നത് റഷ്യ തന്നെയാണ്. വ്യത്യസ്തമായ പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന വ്യക്തിയാണ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ. ഇപ്പോൾ ഇതാ റഷ്യൻ ജനസംഖ്യാ നിരക്കിൽ വൻ ഇടിവ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് പുതിയ പദ്ധതികൾ രൂപീകരിച്ചു. പ്രസവിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയിലെ ഒരു മേഖല. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന 25 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് 1 ലക്ഷം റൂബിൾ, ഏകദേശം 81,000 രൂപ നൽകുമെന്നാണ് കരേലിയ പ്രാവശ്യ ഭരണകൂടം വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. മാതാവ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിനിയായിരിക്കണം. പ്രായം 25 വയസ്സിൽ താഴെയാവണം. കരേലിയയിൽ സ്ഥിരതാമസക്കാരിയാവണം എന്നിങ്ങനെയാണ് നിബന്ധനകൾ. അതേസമയം ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതകൾ ഉണ്ടെന്നും ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പ്രസവത്തിൽ കുഞ്ഞ് മരണപ്പെട്ടവർക്കും കുഞ്ഞിന് വൈകല്യങ്ങളുള്ളവർക്കുമൊക്കെ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ് റഷ്യയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ആദ്യ പകുതിയിലെ കണക്കുകൾ പ്രകാരം ആകെ 5,99,600 കുട്ടികളാണ് രാജ്യത്ത് ജനിച്ചിരിക്കുന്നത്. ഇത് 25 വർഷത്തെ ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ്. ജനസംഖ്യയിൽ ഉണ്ടാവുന്ന വൻ ഇടിവ് രാജ്യത്തിന്റെ ഭാവിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചിരുന്നു. റഷ്യയിലെ മറ്റ് മേഖലകളും സമാനമായ പദ്ധതികളുമായി കൂടുതൽ സ്ത്രീകൾക്ക് പ്രസവിക്കാനും കുട്ടികളെ വളർത്താനുമുള്ള പ്രോത്സാഹനം നൽകാനാണ് പദ്ധതിയിടുന്നത്. പ്രസവം പ്രോത്സാഹിപ്പിക്കാൻ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമല്ല കരേലിയ. 11 മേഖലകൾ ഇപ്പോൾ തന്നെ പ്രസവിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേസമയം രാജ്യത്ത് കുറഞ്ഞുവരുന്ന ജനനിരക്കിനെ പ്രതിരോധിക്കുന്നതിനായി ജോലിസ്ഥലത്തും ഉച്ചഭക്ഷണത്തിനും കോഫി ഇടവേളയ്ക്കും ഇടയിൽ റൊമാൻറ്റിക് മീറ്റിംഗുകൾ ഏർപ്പെടാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ റഷ്യയ്ക്ക് നേരെ ഉപദേശിച്ചതായി ഒരു വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. ജോലി സന്താന ഉൽപാദനത്തിന് തടസ്സമാകരുതെന്നും കുടുംബ വിപുലീകരണത്തിനായി ഉച്ചഭക്ഷണവും കോഫി ബ്രേക്കുകളും പ്രയോജനപ്പെടുത്താൻ റഷ്യക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് റഷ്യൻ ആരോഗ്യമന്ത്രി ഡോക്ടർ വെയ്ജനി ഷീസ്റ്റോലോവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് 8,500 പൗണ്ട് നൽകുന്നത് പോലുള്ള പ്രോത്സാഹനവും സർക്കാർ നൽകുന്നുണ്ട്. കൂടാതെ വിവാഹമോചനത്തിനുള്ള ഫീസും വർദ്ധിപ്പിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.